السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ റമളാനിനെ അവൻ പൊരുത്തപ്പെടുന്ന രീതിയിൽ അമലുകൾ ചെയ്ത് ധന്യമാക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട വിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല പുണ്യമാക്കപ്പെട്ട റമളാനിൽ നോമ്പിനെ അള്ളാഹു നമുക്ക് നിർബന്ധമാക്കി തന്നു. നമ്മളുടെ ഇഹപര വിജയത്തിനു വേണ്ടിയാണ് പടച്ച റബ്ബ് നോമ്പിനെ നമുക്ക് നിർബന്ധമാക്കിയത്. നോമ്പിലൂടെ ഒരുപാട് നേട്ടങ്ങൾ ഭൗതികമായും അഭൗതികമായിട്ടും നമുക്കുണ്ട്. നമുക്കറിയാം, മർമ്മപ്രധാനമായും ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ നമ്മുടെ ശരീരത്തെ വൃത്തിയാക്കിയെടുക്കുക എന്നതാണ്. ഹബീബായ പ്രവാചകൻ പറഞ്ഞു, ലിക്കുല്ലി ഷൈഇൻ സക്കാ, ഓരോ വസ്തുവിനും സക്കാത്തുണ്ട്, അതിൻ്റേതായ അഴുക്ക് നീക്കലുണ്ട്. ഇപ്പോൾ സ്വർണത്തിൻ്റെ സക്കാത്ത് നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ അഴുക്ക് നീക്കലാണ്, ആ കൊടുക്കുന്നത് അതിൻ്റെ അഴുക്കാണ്. വെള്ളിക്ക് സക്കാത്ത് കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്നത് അതിൻ്റെ അഴുക്കാണ്, അത് കളഞ്ഞാലേ ഇത് ശുദ്ധിയാവും, അത് കൊടുത്തേ പറ്റൂ. അതുപോലെ കറൻസിക്ക് സക്കാത്തുണ്ട്, അതേപോലെ കച്ചവട സാധനത്തിന് സക്കാത്തുണ്ട്. ഈ സക്കാത്തൊക്കെ അതിൻ്റെ വിഹിതം കൊടുക്കുമ്പോൾ മാത്രമേ അത് ശുദ്ധിയാവുകയുള്ളൂ. ഇതുപോലെ നോമ്പ് ശരീരത്തിൻ്റെ സക്കാത്താണ്. ലിക്കുല്ലി ഷൈഇൻ സക്കാ, ഓരോ വസ്തുവിനും സക്കാത്തുണ്ട്. സക്കാത്തുൽ ബദനി, മനുഷ്യൻ്റെ ബോഡിയുടെ സക്കാത്ത് അസ്സൗം, നോമ്പാണ്. ആ നോമ്പ് പിടിച്ചാൽ മാത്രമേ ശരീരത്തിൻ്റെ അഴുക്കുകൾ പോവുകയുള്ളൂ. ഇന്നിപ്പോൾ മനുഷ്യൻ യുറീക്ക് ആസിഡ് പോലെയുള്ള മാരകമായ അസ്വസ്ഥതകൾ മനുഷ്യനെ വരിഞ്ഞു മുറുക്കുന്ന കാലഘട്ടമല്ലേ. കൊളസ്ട്രോൾ, അമിതമായ രക്തസമ്മർദ്ദം, അതേപോലെ സൈലൻറ്റ് കില്ലർ എന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പരിചയപ്പെടുത്തി തരുന്ന ഡയബറ്റിക് ഷുഗർ പോലെയുള്ള അസ്വസ്ഥതകളൊക്കെ മനുഷ്യനെ തളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ പരിഹാരം, മനുഷ്യൻ്റെ ശരീരത്തിൽ എന്തൊക്കെ അസ്വസ്ഥതകളുണ്ടോ ഇതിനൊക്കെ പരിഹാരമാണ് ഇസ്ലാം അനുശാസിക്കുന്ന നോമ്പ്. ആ നോമ്പ് നോറ്റാൽ ഇതിൽ നിന്നൊക്കെ മോചനം കിട്ടുമെന്ന് ആധുനിക വൈദ്യശാസ്ത്രം വളരെ വ്യക്തമായി നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. എന്നാൽ അള്ളാഹു നോമ്പ് പിടിക്കാൻ ആരോടാണ് കൽപ്പിക്കുന്നത്? കഴിവുള്ളവർ മാത്രം നോമ്പ് പിടിച്ചാൽ മതി. കഴിവില്ലാത്തവർ നോമ്പ് പിടിക്കണ്ട. അവർക്ക് കഴിയുമെങ്കിൽ മറ്റൊരവസരത്തിലേക്ക് ആ നോമ്പിനെ പിന്തിക്കാം. വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട് വളരെ വ്യക്തമായി. ആരെയും അള്ളാഹു ബുദ്ധിമുട്ടിക്കുകയല്ല, ആരെയും അള്ളാഹു വ്യസനപ്പെടുത്തുന്നില്ല, പ്രയാസപ്പെടുത്തുന്നില്ല. കഴിവ്, വിശുദ്ധ റമളാൻ വരുമ്പോൾ നിനക്ക് നോമ്പിന് സാധിക്കും. മറ്റ് തകരാറുകളൊന്നും ഇല്ലെങ്കിൽ നീ നോമ്പ് പിടിക്കണം. നിനക്ക് ആ നോമ്പ് പിടിക്കാൻ വയ്യാത്ത രോഗമാണ് എങ്കിൽ നീ നോമ്പ് പിടിക്കണ്ട. രോഗം മാറുമെന്ന് നിനക്ക് പ്രതീക്ഷയുണ്ടെങ്കിൽ ആ രോഗം മാറുന്ന സമയത്ത് നീ നോമ്പ് അനുഷ്ഠിച്ചാൽ മതി, അതിൽ സംശയമില്ല. പിന്നെ ഇവിടുത്തെ മസ്അല പറയുമ്പോൾ, എനിക്ക് ഒരു വിശുദ്ധ റമളാനിൽ എനിക്ക് ഒരു നോമ്പ് നഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് വിശുദ്ധ റമളാനിൽ ഒരു നോമ്പ് നഷ്ടപ്പെട്ടു, എന്നാൽ ആ നോമ്പ് അടുത്ത റമളാൻ വരുന്നതിന് മുമ്പ് നിനക്കത് പിടിച്ചു വീടാൻ സമയം ലഭിച്ചു. അങ്ങനെ നീ അങ്ങ് പിടിച്ചു വീടിയാൽ നീ പിന്നെ അതിൻ്റെ പേരിൽ മുദ് അരി, മുദ് എന്ന് പറഞ്ഞാൽ 600 ഗ്രാം അല്ലെങ്കിൽ 750 ഗ്രാം, ഇതാണ് മുദ് എന്ന് പറയുന്നത്. ഒരു മുദ് അരി എന്ന് പറഞ്ഞാൽ 750 ഗ്രാമാണ് ഒരു മുദ് അരി. അപ്പോൾ ഒരു നോമ്പ് ഒരുത്തന് ഒരു നോമ്പിനിക്ക് ആയിപ്പോയ ഒരു നോമ്പിനിക്ക് ഒരു മുദ് അരി കൊടുക്കണമെന്നോ? എപ്പോഴാണ് ഈ മുദ് അരി കൊടുക്കേണ്ടത്? ആയിപ്പോയ നോമ്പ് അടുത്ത റമളാന് വരുന്നതിന് മുമ്പ് പിടിച്ച് വീടാൻ നിനക്ക് അവസരം കിട്ടി, വേറെ അസ്വസ്ഥതയൊന്നും ഇല്ലായിരുന്നു, എന്നിട്ട് നീ പിടിച്ചു വീടിയില്ല. പിന്നെ ആ റമളാൻ ഇനി വരികയും ചെയ്തു. ഇനി ഈ റമളാൻ കഴിഞ്ഞിട്ട് ഈ ആയിപ്പോയ നോമ്പ് നിങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അവിടെ ഈ അനുഷ്ഠിക്കുന്നതോടൊപ്പം തന്നെ
ഒരു മുദ്ദ് അരി കൊടുക്കൽ നിർബന്ധമാണ്. നല്ലോണം മനസ്സിലാക്കണം, ഒരു മുദ്ദ് അരി കൊടുക്കൽ നിർബന്ധമാണ്. എന്തേ കാരണം? ഇവിടെ മുദ്ദ് അരി കൊടുക്കാനുള്ള കാരണം എന്താ? നിനക്ക് ഈ ഒരു വർഷത്തിനിടയിൽ ഈ ഒരു കള ആയിപ്പോയ നോമ്പ് അനുഷ്ഠിക്കാൻ സമയവും ആരോഗ്യവും ഉണ്ടായിരുന്നു. അത് നീ പാഴാക്കി പിടിച്ചു വിട്ടില്ല, അതുകൊണ്ടാണ് മുദ്ദ് കൊടുക്കേണ്ടത്. മറിച്ച് നിനക്ക് സമയം കിട്ടിയില്ല, അതുവരെയും നിത്യമായ രോഗമായിരുന്നു. ഇങ്ങനെ ഈ റമദാനിൽ വരികയും ചെയ്ത് പിന്നീട് പിടിക്കുമ്പോൾ മുദ്ദ് കൊടുക്കേണ്ടതില്ല. ഇവിടെ മുദ്ദ് കൊടുക്കേണ്ടത് ആർക്കാണ്? അടുത്ത റമദാന് മുമ്പ് നോമ്പ് അവസരമുണ്ടായിട്ട് പിടിച്ചു വിട്ടില്ല, അങ്ങനെയുള്ള ആളാണ് മുദ്ദ് കൊടുക്കേണ്ടത്. ഇനി നല്ല അവസരം കിട്ടി നോമ്പങ്ങ് പിടിച്ചു വിട്ടു, അടുത്ത റമദാന് മുമ്പ് പിടിച്ചു വിട്ടു, അവർ പിന്നെ മുദ്ദ് കൊടുക്കേണ്ട കാര്യം ഇല്ല. അവർ നോമ്പ് കലാ വീട്ടിയാൽ മതി. പിന്നെ വാർദ്ധക്യ ദിശയിലെത്തിയവർ, ഡോക്ടർ പറഞ്ഞു അവർക്ക് കാരണം വാർദ്ധക്യം കൊണ്ടങ്ങ് പടുവാർദ്ധക്യം വളഞ്ഞുപോയി, എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യാത്ത പടുവാർദ്ധക്യത്തിലെത്തിയവർ, അവർക്ക് നോമ്പ് പിടിക്കാൻ പറ്റില്ല. അല്ല ഏതെങ്കിലും ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങൾ പിടിപെട്ടിട്ട് ഇനി നോമ്പ് പിടിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷയില്ല, അങ്ങനെയുള്ളവർ അവർ നോമ്പ് പിടിക്കാൻ അവർക്ക് പറ്റില്ല. അങ്ങനെ വരുമ്പോൾ അവർക്ക് എന്തായാലും ഇനി പറ്റുകയില്ല, വാർദ്ധക്യ ദിശയിലെത്തിപ്പോയി, ഇനിയിപ്പോൾ പാടാണ്, ക്യാൻസറാണ്, ഇത് മാറുമെന്ന് പ്രതീക്ഷയും ഇല്ല. അങ്ങനെയുള്ള രോഗി ഒരു നോമ്പിനിക്ക് ഒരേ മുദ്ദ് അങ്ങ് കൊടുത്താൽ മതി, അവർ നോമ്പ് പിടിക്കേണ്ട. അതിന് പകരം ഈ ഒരു മുദ്ദെന്ന് പറയുമ്പോൾ എത്രയാണ്? 750 ഗ്രാം. അങ്ങനെ 30 നോമ്പിൻ്റെ ആ 750 ഗ്രാം മുദ്ദ് കൂട്ടി അതനുസരിച്ച് 2 3 അല്ലെങ്കിൽ 1 2 പാവപ്പെട്ടവർ, സമൂഹത്തിലെ പാവപ്പെട്ടവർ, ഫക്കീറന്മാർ, മിസ്കീന്മാർ, അവരെ കണ്ട് അവരുടെ വീട്ടിലേക്ക് അരി എത്തിച്ചു കൊടുക്കലാണ് ഏറ്റവും ഉത്തമമെന്ന് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.